ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ മുളക് വറുത്തപ്പുളിയാണ്. ഇനി നമുക്ക് മുളക് വറുത്തപ്പുളിക്ക് ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടാം. പുളി, ചെറിയുള്ളി, ചീനിമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്, കടുക്, ഉലുവ, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, നല്ലെണ്ണ, കല്ലുപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉലുവ, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കരിയാണ്ട് ഒന്ന് സൂക്ഷിക്കണം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് ചീനിമുളക് ചേർത്ത് കൊടുക്കാം. ചീനിമുളക് തന്നെ വേണമെന്നില്ല, നമുക്ക് അതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. അതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനുള്ള വെള്ളം മതി. ഇനി അതിലേക്ക് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ആ കല്ലുപ്പ് ഒന്ന് നന്നായി അലിയണ വരെ ഇളക്കി കൊടുക്കണം. ഇനി അതിൽ നന്നായി തിള വരണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തണം നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു മണത്തിനും കളറിനും വേണ്ടി മാത്രം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി തിള വരണം. അപ്പൊ അതൊന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തണം നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന മറയൂർ ശർക്കരയാണ്. ഇത് എന്തിനാ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കണത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്താൽ പാലക്കാടൻ സ്പെഷ്യൽ മുളക് വറുത്തപ്പുളി റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.